രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ചിത്രമാണ് ഉള്ളൊഴുക്ക്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ പുറമെ ശാന്തവും അകമെ വൈകാരിക സംഘർഷങ്ങളുടെ വേലിയേറ്റവുമുള്ള ഒരു സിനിമ. കുട്ടനാട്ടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബം, അവിടെ എല്ലാവരെയും ഏറെ സ്നേഹിക്കുന്ന ഒരമ്മ, അവരുടെ മരുമകളായി മനസ്സില്ലാ മനസ്സോടെ കടന്നു വരുന്ന അഞ്ജു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി തനിക്കുണ്ടായിരുന്ന പ്രണയത്തിൽ നിന്ന് പിൻവാങ്ങിയാണ് അഞ്ജു തോമസ് കുട്ടിയെ കല്യാണം കഴിച്ചത്. രോഗിയായിരുന്ന അയാൾ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുന്നു. തോരാതെ പെയ്യുന്ന മഴ മൂലം മകന്റെ ശവസംസ്കാരം നടക്കാതെ വരുമ്പോഴും വേർപാടിന്റെ കനത്ത ദുഃഖം കടിച്ചമർത്തുമ്പോഴും ആ അമ്മ ആശ്വാസം കൊള്ളുന്നത് പിറക്കാൻ പോകുന്ന കൊച്ചുമകനെ ഓർത്താണ്. എന്നാൽ വിധി അവിടെയും അവരെ തോൽപ്പിക്കുകയാണ്. വിവാഹശേഷം കാമുകനുമായി ഉണ്ടായിരുന്ന ബന്ധത്തിൽ നിന്നാണ് മരുമകൾ ഗർഭിണിയായതെന്നറിയുന്ന ലീലാമ്മ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് അഞ്ജുവിനെ സ്വീകരിക്കാൻ ആ അമ്മ മനസ്സ് തയ്യാറാവുന്നു. നീ എന്നിട്ട് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, റോസമ്മ ചോദിക്കുവാണേ. തോമസ് കുട്ടിയെ ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കവൻ്റെ കുഞ്ഞുണ്ടല്ലോ, അതിനെ നമുക്ക് പൊന്നുപോലെ വളർത്താം. തനിക്ക് രാജീവിന്റെ കൂടെ പോയേ തീരുവെന്ന് അഞ്ജു ശാഠ്യം പിടിക്കുമ്പോൾ അവർ തമ്മിൽ വീണ്ടും മുഷിയുന്നു. ശരിതെറ്റുകളുടെ വർത്തമാനങ്ങൾക്ക് നടുവിൽ നമ്മൾ പ്രേക്ഷകരും വീർപ്പുമുട്ടുന്നു. ആർക്കൊപ്പം നിൽക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിനെ കുഴയ്ക്കുന്നു. നീ എന്തിനാ ഇപ്പം ഇത് കൊടുത്തോണ്ട് അങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞിരുന്നോ? പണ്ടങ്ങോ അവൻ്റെ തലയിലൊരു മുഴ വന്നു, അത് ചികിത്സിച്ച് ഭേദമായി. അതിനിപ്പോൾ എന്താ? അത് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വന്നേ? അത് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? വീണ്ടും ആ രോഗം വരുമെന്നോ അവനെയും കൊണ്ട് പോകുന്നോ ഞാൻ അറിയുന്നുണ്ടോ? കർത്താവ് എന്നാ വിചാരിച്ചില്ല. കർത്താവിനെ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയപ്പോഴൊക്കെ എന്നെ ഒഴിവാക്കിയത്. എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോട് ഇങ്ങനെ? നീ എന്നോടും എൻ്റെ മോനോടും ചെയ്തതിനേക്കാൾ വലുതല്ല ഇതൊന്നും. ഇടവകപ്പള്ളിയിൽ തന്നെ മകന്റെ ശവസംസ്കാരം നടത്തണമെന്ന് ലീലാമ്മ വാശി പിടിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം അഞ്ജുവിനെ കൂടെ നിർത്തുക എന്നതായിരുന്നു. അത് നടക്കില്ലെന്ന് കണ്ടപ്പോൾ അവർ ടൗണിലെ പള്ളിയിൽ അടക്കത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അതേസമയം അടക്കം കഴിഞ്ഞ് കാമുകൻ രാജീവിനൊപ്പം പോകുമെന്ന് വാശി പിടിച്ചിരുന്ന അഞ്ജുവിനെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ആ കൂടിക്കാഴ്ച. അവരുടെ സ്വത്തല്ലേ, അതെങ്ങനാ വാങ്ങുന്നേ? ഞാൻ സ്നേഹിച്ചതിന്റെ ഒരു തരിയെങ്കിലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. നീ അത് വേണ്ടെന്ന് പറയത്തില്ലായിരുന്നു. പക്ഷെ നിനക്ക് എല്ലാരും കഴിഞ്ഞിട്ടില്ല ഞാനുള്ളൂ. ഒന്ന് നിന്റെ വീട്ടുകാർ, ഒന്ന് നിന്റെ ലീലാമ്മ. എന്തിനാ രാജീവ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലേ? വേറൊരുത്തന്റെ കൂടെ കിടന്ന് നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണില്ലേ? അതിനേക്കാൾ വലുതല്ലല്ലോ ഒന്നും. രാജീവ് സത്യസന്ധനായ ഒരു യുവാവായിരുന്നുവെങ്കിലും അയാളുടെ സാമ്പത്തിക അസ്ഥിരതയായിരിക്കാം പെട്ടെന്ന് അയാളെ അത്യാഗ്രഹിയാക്കിയത്. എന്നാൽ അയാളുടെ ആ ഒരൊറ്റ ചോദ്യം അതുവരെ കണ്ടുവന്ന അവരുടെ ബന്ധത്തെ തകിടം മറിക്കുന്നു. വഴിമാറി ഒഴുകുന്ന പുഴ പോലെ കഥാഗതിയും മാറുന്നു. അഞ്ജു, എങ്ങോട്ടാ? വീണ്ടും എന്നെ ഇട്ടേച്ചു പോകാനാണോ? എന്റെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാ.
അങ്ങനെ പ്രണയത്തെയും ദുഃഖത്തെയും മരണത്തെയും വഹിച്ചുകൊണ്ട് ഇതുവരെ ഒഴുകിയ പുഴ സ്നേഹത്തിന്റെ ഉള്ളൊഴുക്കായി മാറുന്നു. വെള്ളിത്തിരയുടെ പുതിയ എപ്പിസോഡിനായി കാത്തിരിക്കാം. ഗുഡ് ബൈ.